വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ നാദിര. കൂട്ടുകാരെ, ഞാനിതാ കുളിൽ നിന്ന് മണാലി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മണാലിയിൽ നിന്ന് നേരെ നമ്മൾ റോത്താങ് പാസ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടുന്ന് ഒരു 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റോത്താങ്ങിലോട്ട്. അപ്പോൾ റോത്താങ്ങിൽ പാസ്സൊന്നും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് എന്താ സ്ഥിതി നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ മണാലിയിലെ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തൂക്കുപാലം, അതിൻ്റെ അപ്പുറത്ത് ഒരു വാട്ടർഫാൾസൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നേരെ തിരിച്ചിങ്ങോട്ടൊന്ന് വന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാം, ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന്, റീൽസൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ്. സോ ഏതായാലും നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ ഒന്ന് മണാലിയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ റോത്താങ് പോയിട്ട് തിരിച്ച് മണാലിയിൽ തന്നെ വന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മണാലിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്നാണ് ഇതുവരെയ്ക്കും വിചാരിച്ചിരിക്കുന്നത്. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നമ്മുടെ വ്യൂവേഴ്സൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടുള്ള നല്ല വിഷമമുണ്ട്. സോ പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കുളുവിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷമാണ് കേട്ടോ മഞ്ഞുമലകളൊക്കെ കാണാൻ തുടങ്ങിയത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഞാനിങ്ങനെ ഒരു മടുപ്പിൽ വരുമായിരുന്നു. പക്ഷേ മഞ്ഞുമലകൾ കണ്ടതോടെ എല്ലാ മടുപ്പും പോയിട്ടോ. മുന്നോട്ട് പോകുന്തോറും അവിടുത്തെ ആൾക്കാരുടെ ആ ലേഡീസിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇതുവരെയ്ക്കും ഞാൻ മടുത്ത വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൈൻഡൊക്കെ ആകെ ഒന്ന് റിഫ്രഷായി. കാരണം ദൂരെ കാണുന്ന ആ മഞ്ഞുമലകളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. और वहाँ तिलक लगेगा ना, तो फिर पीछे रख लेना। फिर पीछे रखना बेटा, नहीं डर लगेगा, आधी पकड़ दो तो साथ में। कोई नहीं पकड़ दो। चलो पैर सीधा करो, पैर सीधा कर लो, बिल्कुल सीधा कर लो। तू एक हैंड में कोई प्रॉब्लम नहीं है, सेफ है। बैठ जाओ। हाँ जी, पूरा पेट डाल दो, लेग स्ट्रेट करो। ओके, और उसका करो, आप जो ना बैठ जाओ। फिर राम बड़े वीडियो ऑन करते हो ना, लेग स्ट्रेट करो और वहाँ ब्रेक लगेगा, सिर पीछे रखना। ओके, यार अभी बढ़ने का थोड़ी गाइस നല്ല പേടിയുണ്ട്. पूरा बॉडी नीचे, पैर सीधा करो, कैमरे को ऐसे करना, स्टिक बढ़ा लो तब आएगा बढ़िया वीडियो। ओके, ये स्टिक इतना ही रहता है। वेट, ओके, चलो ओके, पैर सीधा, लेग स्ट्रेट, लेग स्ट्रेट, लेग स्ट्रेट, ब्रेक आ गया। ठीक है, सिर पीछे करना। ओके,
कर दे मैम चलो मैं तो कैमरा बंद करने वाला था डर लगता है यार डर लगता है कोई डर नहीं कभी टूर पे फिर बताना ठीक है फर्स्ट टाइम है वैसे ना हाँ ठीक है कोई ना अगली बार कॉल कर लेना नंबर वगैरह दे दो कहाँ से हो केरला से केरला से മക്കളെ ലൈഫിലാദ്യമായിട്ട് എൻ്റെ സിപ്പ് ലൈൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയമ്മോ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വീഴാഞ്ഞത് വലിയ ഭാഗ്യം ഏതായാലും വരുന്ന വഴി അതും കൂടെ അതെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ഓക്കെ സെറ്റ് കൊൽക്കട്ട ടു ലഡാക്ക് എൻ്റെ അമ്മ സമ്മതിക്കണം ഇയാളെ
ഇങ്ങനെ വന്നേക്കാണ് ആകെ ചെളിയും ഒക്കെ ആയിട്ട്. ആ മലേൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ സ്നോ ആയിട്ട് കാണുന്നുള്ളൂ. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ലഡാക്ക് പോകണം, അല്ലെങ്കിൽ റോത്താങ് പാസ് കഴിയണം. ഇത് രണ്ടിനും എനിക്ക് ഇപ്പോൾ പറ്റിയൊരു സിറ്റുവേഷനും അല്ല, ടൈമും അല്ല. ഞാൻ ധൃതിപ്പെട്ട് ഇത് കാണാമെന്നുള്ള ആവേശം കൊണ്ട് ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതാണ്. ഏതായാലും ഇവിടുന്ന് നേരെ നമ്മൾ മണാലി പോവാം. മണാലി പോയിട്ട് നാളെ സമയമുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാമെന്നാണ് പ്ലാൻ കേട്ടോ. ഹെൽമെറ്റ് ഒരിക്കലും ഊരൂല ഗൈസ്, കാരണം എൻ്റെ ചെവിയിൽ തണുപ്പ് കൊണ്ടാണ് ഭയങ്കര പ്രശ്നമാണ്. നല്ല ചായ. ഷോപ്പിന്റെ പേരെന്താ? മണ്ടി ഷോപ്പാണ്. സൂപ്പർ ഫാസ്റ്റ് ആണ് ഷോപ്പിന്റെ പേര്. ഒരു യൂട്യൂബിൽ ഇടുമെന്ന് ചോദിച്ചു, അതുകൊണ്ട് ഇട്ടതാട്ടോ. എൻ്റെ മുന്നിൽ നമ്മുടെ ബൈക്കൊക്കെ വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. അതാ ഈ പാലത്തിൻ്റെ അവിടെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് നടന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു സെൽഫി എടുത്തോളാൻ പറഞ്ഞു. അല്ല, പിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. വേറെ രക്ഷയില്ല, വണ്ടി ഞാനിവിടെ നിർത്തി വെച്ചു. ഇനി നമ്മൾ നടന്നു പോയിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ ആരെക്കൊണ്ടേലും കൈ കാലും പിടിച്ച് എടുപ്പിക്കുക. ഒരുപാട് പേരുടെ കൈയും കാലും പിടിക്കുമെന്നല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യും, തരിച്ച് വരുന്നവർക്കൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ആരാ വീഡിയോസൊക്കെ എടുത്തു തരുന്ന ആൾ, ആരാ കൂടെ ഉള്ളതെന്ന്. എത്ര പേരുണ്ട് ഗൈസ്, കണ്ടില്ലേ? നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന് പറഞ്ഞാൽ അവരും എടുത്തു തരും. അതുപോലെ തന്നെ നമ്മൾ അവർക്കും എടുത്തു കൊടുക്കണം. അങ്ങനെയൊക്കെ തന്നെയല്ല ഒരു പരസ്പര സഹായ സഹകരണ മനോഭാവം. അപ്പോൾ ഏതായാലും ഇത് അടാലിട്ടാണ്. അടുത്ത് പോയിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ഞാൻ അടൽ ടണലിൻ്റെ മുന്നിലാണുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. ഇനി നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോകണം. ഞാൻ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോയി നോക്കി സ്നോ ഒക്കെ ടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നടന്നില്ല ഗൈസ്. ഭയങ്കര ഐസ് കട്ടായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഞാൻ നേരെ ഇപ്പോൾ മണാലിയിലേക്കാണ് പോകണം. അപ്പോൾ വരുന്ന വഴിയൊക്കെ നമ്മൾ ഏകദേശം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മണാലി പോയിട്ട് നാളെ മണാലിയിലെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും ഡൽഹിക്ക് മാക്സിമം പുറപ്പെടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഭയങ്കര റിസ്ക്കായിട്ട് ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. വീണ്ടും കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലാണ്. അപ്പൊ ഇവിടെ വരാൻ പറ്റിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. അപ്പോ ബാക്കി വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.